Okay, next question നോക്കാം. പബ്ലിക് എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതില് Rahim, Salim are partners in a firm. They share profit equally. Their monthly drawings 2,500 each. Okay. Interest on drawings is charged 12%. Already percentage തന്നിട്ടുണ്ട്. Calculate interest on drawings for the year 2022, assuming that drawings are made in the beginning of every month, in the middle of every month, at the end of every month. അപ്പോൾ മൂന്ന് രീതിയിലും നമ്മൾ കാണും അല്ലെ. അതായത് തുടക്കത്തിൽ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എല്ലാ മാസത്തിന്റെയും ബിഗിനിങ്ങിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ടോട്ടൽ എത്ര വരും. ഇനി അതല്ല എല്ലാ മാസത്തിന്റെയും മിഡിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ എത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് വരും. ഇനി അതല്ല എൻഡിലാണെങ്കിൽ എത്ര. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന് വേണ്ട ഇൻപുട്ട് എന്താണ് നമുക്കറിയാം. ഇതിന് വേണ്ട ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് ടോട്ടൽ ഡ്രോയിങ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ ഡ്രോയിങ്സ്. ഓക്കെ, ടോട്ടൽ ഡ്രോയിങ്സ് ഇൻറ്റു നമുക്ക് എത്രയാണ് റേറ്റ് തന്നിരിക്കുന്നത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, റേറ്റ് ഉപയോഗിക്കുക, ഇൻറ്റു ആവറേജ് പീരീഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ആവറേജ് പീരീഡ്. ഓക്കെ, ഇപ്പൊ ഇതും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ ആവറേജ് പീരീഡ് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആവറേജ് പീരീഡ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പം അത് ഓരോ സിറ്റുവേഷനിലെ ആവറേജ് പീരീഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ടോട്ടൽ ഡ്രോയിങ്സ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം അല്ലെ. അപ്പൊ ടോട്ടൽ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2,500 ഇൻറ്റു എല്ലാ മാസവും എന്ത് ചെയ്യും, മന്ത്ലി ഡ്രോയിങ്സ് പറഞ്ഞു അല്ലെ, 2,500. അപ്പം 12 മാസവും വിഡ്രോ ചെയ്തിട്ടുണ്ടാവും. അപ്പം 12 ഇൻറ്റു 2,500, 10 ഇൻറ്റു 2,500, 25 5 30,000 വരും അല്ലെ. 30,000 ആണ് ടോട്ടൽ ഡ്രോയിങ്സ് വരുന്നത്. അപ്പൊ നമ്മൾ കേസ് വൺ ചെയ്യാം. ഓക്കെ, അതായത് ഇൻ ദി ബിഗിനിങ് ഓഫ് എവറി മന്ത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാ, 30,000. റേറ്റ് എത്രയാ വരുന്നത്, 12%, 12/100 ഇൻറ്റു ആവറേജ് പീരീഡ്. ബിഗിനിങ്ങിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആവറേജ് പീരീഡ് എന്ന് പറയുന്നത് 6.5/12 ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. എത്ര ചെയ്യുക, 6.5 ഡിവൈഡ് ബൈ 12. ഓക്കെ, അപ്പം 6.5/12 ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് ആൻസർ 1,950. ഇവിടെ മാറ്റം വന്നത് ഇവിടെയാണ്. നമ്മൾ പുതിയൊരു കാര്യം കൊണ്ടുവന്നത്. ഇത് നമ്മൾ ഓൾറെഡി അറിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇനി ഇൻ ദി മിഡിൽ ഓഫ് എവറി മന്ത് ടോട്ടൽ എമൗണ്ടിൽ യാതൊരുവിധ മാറ്റവും ഇല്ല, സെയിം എമൗണ്ട് തന്നെയാണ്. അപ്പൊ കേസ് നമ്പർ 2 നോക്കുകയാണ്. കേസ് നമ്പർ 2 ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാ, 30,000 ആണ്. റേറ്റിൽ മാറ്റമുണ്ടോ, നോ, 12% ആണ്. 12% ഇൻറ്റു നമ്മൾ മിഡിലാണെങ്കിൽ 6/12 ആണ് ചെയ്യുക. എന്താ ചെയ്യുക, 6/12. അത് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1,800. ഇതാണ് ഇൻട്രസ്റ്റ് വരുന്നത്, 1,800. ഇനി കേസ് 3, തേർഡ് സിറ്റുവേഷൻ. ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാണ്, 30,000 തന്നെയാണ്. റേറ്റ് എത്രയാണ്, 12% തന്നെയാണ്. ബട്ട് അറ്റ് ദി എൻഡിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബിഗിനിങ് ചെയ്തു, ദെൻ മിഡിൽ ചെയ്തു അല്ലെ. മിഡിലാണെങ്കിൽ എത്രയാ പറഞ്ഞത്, 6 ആണ് പറഞ്ഞത്. ദെൻ എൻഡിലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിലോ 5.5 ആണ് വരിക. അപ്പം തേർഡ് കേസിൽ നോക്കിക്കോളൂ, 30,000 അല്ലെ. ടോട്ടൽ ഡ്രോയിങ്സ് എത്രയാ, 30,000 ഇൻറ്റു റേറ്റ് എത്രയാ, 12% അല്ലെ, 12/100 ഇൻറ്റു ആവറേജ് പീരീഡ് 5.5 ഡിവൈഡ് ബൈ 12. വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1,650. 1,650 ആണ് ഇൻട്രസ്റ്റ്. സോ ദിസ് ഇസ് ദി ആൻസർ. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. റോസി ആൻഡ് ലില്ലി ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദി റേഷ്യോ 5:7. 5:7. They admit Jinsey as a partner for 1/6 share, which she acquired 1/24 from Rosie, 1/8 from Lily. ഓരോരുത്തരും കൊടുത്തത് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളോട് പറഞ്ഞ എന്താണ്, ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. ഓരോരുത്തരും കൊടുത്തത് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. ഓൾഡ് റേഷ്യോ വരുന്നത് 7:5 ആണ്. 7:5. അപ്പൊ ഇതില് റോസി ന്യൂ ഷെയർ അല്ലെ, പുതിയ ആളെ, അത് ഓൾറെഡി ഉള്ള ആളല്ലേ. ഓക്കെ, റോസീസ് ന്യൂ ഷെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ന്യൂ ഷെയർ അവരുടെ ഓൾഡ് ഷെയർ എത്രയാ, 7/12 അല്ലെ. 7/12.
അതിൽ നിന്ന് അയാൾ കൊടുത്ത 1/24 1/24 ഈസ് ഈക്വൽ ടു, ഒന്നുകിൽ നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ രണ്ടിലും പോകുന്ന ബേസ് എടുത്തു അല്ലെ, 24 എടുത്തു. അപ്പം 24ന്റെ സ്ഥാനത്ത് 24 എഴുതി, 12ന്റെ സ്ഥാനത്ത് 24 എഴുതി, വിച്ച് മീൻസ് 12 × 2 ആണ് 24. മുകളിലത്തെ സംഖ്യയെ ഞാൻ എന്ത് ചെയ്തു, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം 14 വന്നു. 24 × 1 ആണ് 24. അപ്പം 1 × 1 1 is equal to 13/24. ഓക്കെ. ദെൻ പുതിയ ആളുടെ, ഐ മീൻ സെക്കൻഡ്, ലില്ലിയുടെ ഓൾഡ് ഷെയർ ഓൾറെഡി അറിയാം നമുക്ക് അല്ലെ. ലില്ലി ന്യൂ ഷെയർ കാണണം അല്ലെ. ന്യൂ ഷെയർ ഇസ് ഈക്വൽ ടു, ഓൾഡ് ഷെയർ എത്രയാ, 5/12 ആണ്. മൈനസ് കൊടുത്ത എത്രയാ, 1/8 ആണ്. ഓക്കെ. ഇസ് ഈക്വൽ ടു 24 എന്താണ്, ഇതിൽ കോമൺ ആയിട്ട് പോകുന്നതാണ് അല്ലെ. അപ്പം 12 × 2 ആണ്, സോറി 24 അല്ലെ, 24. 12 × 2 ആണ് 24. അതുകൊണ്ട് മുകളിൽ എന്ത് ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. അപ്പം 10 വരും, മൈനസ് സിമ്പിൾ ഇട്ടു. 8 × 3 ആണ് 24, 124 ആണ്, അതുകൊണ്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇസ് ഈക്വൽ ടു 7/24. അപ്പം രണ്ടാളെ റേഷ്യോ നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയ ആളെ റേഷ്യോ അല്ലെ, ആരായിരുന്നു, ജിൻഷി. ഓക്കെ, ജിൻഷീസ് ഷെയർ ഇസ് 1/6 ആണ് കൊടുത്തത്. പക്ഷെ ഇതിന്റെയൊക്കെ ബേസ് 24 ആണ്, ഇതിന്റെ ബേസ് 24. ഇതിനെ ഞാൻ മാറ്റണമെങ്കിൽ ×4 ചെയ്യണം അല്ലെ. ×4 ചെയ്ത് കഴിഞ്ഞാൽ 4/24 കിട്ടും. സോ ന്യൂ റേഷ്യോ ഈസ് ഈക്വൽ ടു 13:7:4. ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, റൈറ്റ് എനി 3 ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം. നമ്മൾ ഡിസൊല്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേം രണ്ടിന്റെ ഒരു 3 ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിലൊന്ന്, ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. എവിടെ, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പിൽ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്, ബിസിനസ് അവസാനിക്കുന്നില്ല. ഓക്കെ, പക്ഷെങ്കിൽ ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആണെങ്കിൽ ബിസിനസ് വിൽ ബി ടെർമിനേറ്റഡ്, അത് സ്റ്റോപ്പ് ആവും. ഓക്കെ. മറ്റൊന്ന്, അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ആർ റീവാല്യൂഡ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണെങ്കിൽ ഇവിടെ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് വേർ റീവാല്യൂഡ്. നമ്മളിവിടെ റീവാല്യൂഷൻ അക്കൗണ്ട് വരച്ചാൽ റീവാല്യൂ ആണ് ചെയ്യുക. ദെൻ ഇൻ കേസ് ഓഫ് ഡിസൊല്യൂഷൻ, അസറ്റ്സ് ആർ സോൾഡ് ആൻഡ് ലാബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. ഓക്കെ, ഇവിടെ അസറ്റ്സ് ആർ സോൾഡ്, ഒന്നുകിൽ നമ്മൾ വിൽക്കും അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് എടുക്കും അല്ലെ. ആൻഡ് ലാബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. നെക്സ്റ്റ്, ക്ലോസർ ഓഫ് ബുക്സ് അല്ലെ. ഇവിടെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യില്ല. ഓക്കെ, ക്ലോസ് ചെയ്യില്ല, does not require, but here the books of accounts are to be closed. Books of accounts are to be closed. അത് ക്ലോസ് ചെയ്യണം, അവസാനിച്ചതാണ് അല്ലെ. സോ ദീസ് ആർ ദി മേജർ 3 ഡിഫറൻസ് between dissolution of partnership and dissolution of firm. Okay, a firm profit during 2020, 21, 22 3 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. The firm has capital investment of 1 lakh, a fair value return on 10%, calculate value of goodwill on the basis of 2 years purchase. ഓക്കെ, നമുക്ക് ഈ ഇത്രയും ഇൻഫർമേഷൻ കാണും. ഫെയർ വാല്യൂ, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി ഏതാ മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ഇതാണ് സൂപ്പർ പ്രോഫിറ്റ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് കാണുക എന്നുള്ളതാണ്. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാം, ഇത് ആഡ് ചെയ്യുക അല്ലേ. ഓക്കെ, 18,000 പ്ലസ് 20,000 പ്ലസ് 22,000 is equal to ഡിവൈഡഡ് ബൈ 3 ഇയർ ആണല്ലോ അല്ലേ. അപ്പൊ 20ഉം 42ഉം 50ഉം 60 ബൈ 30 പറഞ്ഞു കഴിഞ്ഞാൽ 20,000. ഇതാണ് എന്ത്, ആവറേജ് പ്രോഫിറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ നോർമൽ പ്രോഫിറ്റ് കാണും. അതിന് 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് ക്യാപിറ്റൽ എംപ്ലോയിഡും, അതായത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇപ്പൊ ക്യാപിറ്റൽ എംപ്ലോയിഡ് തന്നിട്ടുണ്ട് എത്രയാ, 1 lakh ആണ്. ദെൻ നോർമൽ റേറ്റ് എത്രയാ,
10%. 10 എന്ന് പറഞ്ഞാൽ അത്ര ഒരു 10,000 രൂപ. ഓക്കെ, സോ ഹിയർ നമ്മൾ നോർമൽ പ്രോഫിറ്റ് കണ്ടിട്ടുണ്ട്. എത്രയാണ്? 10,000 ആണ് വരുന്നത്. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാണാം അല്ലേ. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ആവറേജ് എത്രയാ? 10 ആണ് അല്ലേ, 20 ആണ് അല്ലേ, 20,000 മൈനസ് എത്രയാണ്? നോർമൽ പ്രോഫിറ്റ് 10,000 ആണ് അല്ലേ. 10,000 ഇത് കഴിഞ്ഞാൽ ഉത്തരം എത്ര കിട്ടി? 10,000 തന്നെയാണ് എന്തും സൂപ്പർ പ്രോഫിറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 ഇയേഴ്സ് പർച്ചേസ് ആവറേജ് പ്രോഫിറ്റ് ആണെങ്കിൽ 3 ഇയേഴ്സ് പർച്ചേസ് ആവറേജ്, രണ്ട് സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പൊ സിറ്റുവേഷൻ നമ്പർ 1, ഇതിന്റെ ആൻസർ എന്താ? ഗുഡ്വില്ലിന്റെ ആൻസർ ഹിയർ ഗുഡ്വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഈ ഇക്വേഷനിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ കേസ് നമ്പർ എയിലെ സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 10,000 ആണ്. നമ്പർ ഓഫ് ഇയർ എത്രയാണ്? 2 ഇയേഴ്സ് ആണ് അല്ലെ, 2 ഇയേഴ്സ്. അതൊന്ന് 2 കൊണ്ട് ചെയ്തു. അപ്പൊ 20,000 ആണ് ഫസ്റ്റ് കേസിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഗുഡ്വിൽ എത്രയാണ്? 20,000. ഇനി ബിയിലാണെങ്കിൽ നോക്കാം. ബിയിലാണെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 10,000 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ്? 3 ആണ്. ഇസ് ഈക്വൽ ടു 30,000. ഗുഡ്വിൽ വാല്യൂ ഇസ് ഈക്വൽ ടു 30,000 ഇൻ കേസ് ഓഫ് ബി, 20,000 ഇൻ കേസ് ഓഫ് എ. ക്ലിയർ ആണല്ലോ. അപ്പൊ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. നമുക്ക് നല്ലൊരു മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും.